നമസ്കാരം. LDF കേരള കോൺഗ്രസ് എം ബന്ധം വഷളാകുന്നതായി സൂചന. മുന്നണിയിലുള്ള മറ്റു കക്ഷികളെ ഒരു അടിയാള മനോഭാവത്തോടെയാണ് CPM കാണുന്നത്. CPI പോലും ഗത്യന്തരമില്ലാതെ തുടരുകയാണെന്ന് മാത്രം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ DYFI SFI അക്രമങ്ങൾക്കെതിരെ CPI തന്നെ പ്രതിഷേധ പ്രകടനവും യോഗവുമൊക്കെ നടത്തിയത് തന്നെ ഉദാഹരണം. ആ യോഗത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് CPMനെ CPI നേതാവ് വിമർശിച്ചത്. ഇപ്പോഴിതാ കേരള കോൺഗ്രസ് ബിയിലും അതൃപ്തി പുകയുന്നു. നവകേരള സർക്കിട്ടിനിടയിൽ കേരള കോൺഗ്രസ് എം നേതാവും MP-യുമായ തോമസ് ചാഴിക്കാടനെ പിണറായി വിജയൻ പരസ്യമായി ശാസിച്ചിരുന്നു. അതും KM മാണിയുടെ തട്ടകമായ പാലായിൽ വെച്ച്. മാണിയുടെ വിശ്വസ്തനായിരുന്നു തോമസ് ചാഴിക്കാടൻ. അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചിട്ടും പ്രതികരിക്കാതെ നിശബ്ദം സഹിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഗതികേട് കൊണ്ട് തന്നെയാണ്. ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ K സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം UDFിലേക്ക് തിരിച്ചു പോകണമെന്ന അഭിപ്രായം അണികളിൽ നിന്നും നേതാക്കളിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന എന്നത് ശ്രദ്ധേയമാണ്. മാണിയെ പാലായിൽ പോലും നിഷ്ഠൂരമായി വേട്ടയാടിയ CPM അതിൻ്റെ ജനിതക ഗുണമാണ് മുഖ്യമന്ത്രിയിലൂടെ ആവർത്തിച്ചതെന്നും പാലായിൽ നടന്ന നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ അധ്വാനിച്ച തോമസ് ചാഴിക്കാടനോട് കടക്ക് പുറത്ത് എന്ന മട്ടിൽ പിണറായി പെരുമാറിയത് നന്ദികേടാണെന്നും K സുധാകരൻ പറയുന്നു. സാധാരണക്കാരുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് തോമസ് ചാഴിക്കാടനെ പിണറായി അപമാനിച്ചത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ റബ്ബറിന് 250 രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ 140 രൂപയിൽ താഴെ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നും ചെന്നിത്തല ആരോപിച്ചു. എന്തായാലും ജോസ് കെ മാണിയുടെയും റോഷി അഗസ്റ്റിൻ്റെയും ഒക്കെ മുന്നിൽ വെച്ചായിരുന്നു പിണറായിയുടെ പുലയാട്ടം. എന്നിട്ടും അവരാരും എതിർത്തൊരക്ഷരം പറയുകയോ പിന്നീട് നടത്തിയ പ്രസംഗത്തിൽ തിരുത്തി പറയാൻ തയ്യാറാകുകയോ ചെയ്തില്ല. മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഇടതുപക്ഷത്തിനെതിരെ ഇപ്പോൾ ജനവികാരം എതിരാണ്. എന്തൊക്കെ മാന്ത്രിക വിദ്യ കാണിച്ചാലും ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം അത്രമാത്രം വെറുക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷം കേരളത്തിൽ. മാത്രമല്ല, സർക്കാരിനും നവകേരള സർക്കിട്ടിനുമെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്താൻ യൂത്ത് കോൺഗ്രസുകാർക്ക് കഴിയുന്നുമുണ്ട്. അതും UDFിന് ഒരു അനുകൂല ഘടകമാണ്. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത ഏറുകയാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അങ്ങനെ വരുമ്പോൾ ഈ ആട്ടും തുപ്പും കേട്ട LDFിൽ കടിച്ചു തൂങ്ങി നിന്നിട്ട് കാര്യമില്ലെന്ന മാണി ഗ്രൂപ്പിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പഴയ തട്ടകമായ UDF ആയിരിക്കും സുരക്ഷിതം എന്ന തിരിച്ചറിവും അവർക്കുണ്ട്. ഇക്കണക്കിന് പോയാൽ ശരിയാവില്ലെന്ന് UDF നേതാക്കളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് എരിതീയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ UDF നേതാക്കൾ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഈ തന്ത്രം LDF കുറച്ചുനാൾ മുമ്പ് ലീഗിനോട് പയറ്റിയതേയുള്ളൂ, പക്ഷേ ചീറ്റിപ്പോയി. എന്നാൽ UDF അതുപോലെയല്ല. ജനവികാരം LDFിനെതിരാണെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയതെല്ലാം മറക്കാൻ UDFും കേരള കോൺഗ്രസ് ബിയും തയ്യാറാകുന്നു എന്നാണ് സൂചന.